പരിശുദ്ധ നാമ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. ഈ ദേശത്ത് സുവിശേഷത്തിന്റെ ഭാഗമായി ഞങ്ങൾ കടന്നു വരുവാനും ഈ ദേശത്തോട് സുവിശേഷം അറിയിക്കുവാനും ഞങ്ങൾക്ക് ദൈവം കർത്താവായ യേശു ക്രിസ്തു തന്ന കൃപയോർക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ ദേശത്തായിരിക്കുന്ന എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു അനുഗ്രഹിക്കട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. സുവിശേഷം എന്നാൽ ദാവീദിന്റെ ഗോത്രത്തിൽ ജനിച്ച് മരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന കർത്താവ് യേശുവാണ് ആ സുവിശേഷം. ഹല്ലേലൂയ. സുവിശേഷം എന്നാൽ നല്ല വിശേഷവും തന്നെയാണ്. നല്ലത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ബൈബിളിൽ അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. മനുഷ്യൻ എങ്ങനെ ആയിരിക്കണം, ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ ജന്മം മുതൽ അവന്റെ ജീവിത അവസാനം വരെയുമുള്ള കാലഘട്ടത്തെ കുറിച്ച് തന്നെ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ പറയട്ടെ, നമുക്ക് ഇപ്പോഴത്തെ ഒരു കാലഘട്ടം വെച്ച് നോക്കിയാൽ മനുഷ്യൻ ഇന്ന് പലവിധമായ വിഷയങ്ങൾക്ക് അടിമപ്പെട്ട് അവർ വളരെ പീഡിതനാണ്. ഹല്ലേലൂയ. പ്രായം ചെല്ലുന്തോറും മനുഷ്യർക്ക് ഇന്ന് പ്രായം ചെന്ന പിതാക്കന്മാർക്കൊക്കെ ഇന്ന് മക്കളുടെ ഇടയിൽ യാതൊരു സ്ഥാനമില്ലാത്തൊരു കാലഘട്ടമായി നമുക്ക് കാണാൻ കഴിയുന്നത്. അതെന്താണ് അങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ബൈബിൾ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിന് കാരണം മനുഷ്യന്റെ വിഷയങ്ങൾക്കെല്ലാം കാരണം അവന്റെ പാപമാണ്. പാപം എന്നാൽ അനുസരണയില്ലായ്മ, അനുസരണക്കേടുകൊണ്ട് സംഭവിച്ചാണ്. ദൈവത്തിന്റെ മനുഷ്യനെ ഭൂമിയിലാക്കി വെച്ചപ്പോൾ മനുഷ്യർ കൊടുത്തിരുന്ന കൽപ്പനകൾ മനുഷ്യൻ മാനിക്കാതെ വന്നപ്പോൾ, അനുസരിക്കാതെ വന്നപ്പോൾ അവൻ ഹല്ലേലൂയ പാപത്തിന് അടിമപ്പെടുകയാണ് ചെയ്തത്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ പറയട്ടെ, മനുഷ്യൻ പാപിയാണ്. പാപിയല്ല എന്ന് പറയുന്നെങ്കിൽ അവൻ കള്ളം പറയുന്നുവെന്നാണ്. ഹല്ലേലൂയ. മനുഷ്യൻ ദൈവത്തെ അനുസരിക്കാതിരുന്നപ്പോൾ അവന്റെ ജീവിതത്തിന് ഹല്ലേലൂയ അവന് പരിഹരിക്കാൻ കഴിയാത്ത വണ്ണമുള്ള പല വിഷയങ്ങളും ഉണ്ടായെന്നുള്ളത് നേര് തന്നെയാണ്. കാര്യം ഇന്ന് മനുഷ്യൻ അങ്ങനെയാണ്. നമുക്കറിയാം, ഇന്ന് രാവിലെ കട്ടിലേന്ന് എഴുന്നേറ്റ് വന്നവരില്ല. കാരണം അവൻ എഴുന്നേറ്റ് നടക്കാൻ വയ്യ, അല്ലെങ്കിൽ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ഇരിക്കാനുള്ള ഒരു ആരോഗ്യസ്ഥിതി അവന് ഇല്ലാതെ വന്നിരിക്കുന്നു. എന്നാൽ കട്ടിലേന്ന് എഴുന്നേറ്റ് വന്നവരുമുണ്ട്. എന്നാൽ കട്ടിലേക്ക് കിടക്കുമ്പോൾ തിരിഞ്ഞു മറിഞ്ഞൊന്ന് കിടക്കാൻ കഴിയാൻ വയ്യാത്തവരുണ്ട്. ഹല്ലേലൂയ. ഓർക്കണമേ, മനുഷ്യന്റെ അവസ്ഥ എങ്ങനെയാണ് ഇത് പല നമുക്കറിയാം. പല ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് വീഴുന്നു, പിന്നെ അവർ എഴുന്നേക്കാൻ വയ്യാതെ കിടപ്പ് തന്നെ ആയി പോകുന്നു. ഹല്ലേലൂയ. അതുപോലെ നടന്നു പോകുന്ന പോക്ക് തന്നെ മനുഷ്യൻ മരണത്തിന് അടിമപ്പെട്ടു പോകുന്നു. മരണമുണ്ടെന്നുള്ള സത്യം തന്നെയാണ്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മനുഷ്യനുണ്ടായിരിക്കുന്ന ഒരുപാട് അവസ്ഥകളുണ്ട്. അതുപോലെ തന്നെ മക്കള് മാതാപിതാക്കളിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. ഹല്ലേലൂയ. മാതാപിതാക്കൾ ഉണ്ടാക്കുന്ന സ്വത്തിന് വേണ്ടി മക്കൾ ഹല്ലേലൂയ മാതാപിതാക്കളെ തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു, തല്ലിക്കൊല്ലുന്നു, വെട്ടിക്കൊല്ലുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. എന്താണ് അതിനല്ല കാരണം? നമ്മളിപ്പോൾ ചിന്തിക്കുന്നുണ്ട്, ചില രോഗബാധയെ കിടന്ന് പല ചികിത്സ നടത്തിയിട്ട് രോഗം ഭേദമാകാതെ വരുമ്പോൾ നമ്മൾ അവിടെ കിടന്ന് ചിന്തിക്കാറുണ്ട്, ദൈവമേ എനിക്ക് എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം? ഹല്ലേലൂയ. എനിക്ക് ഒരു രോഗം വരാൻ കാരണം എന്താണ്? അതിന് തക്ക തെറ്റുകളൊന്നും ഞാൻ ചെയ്തില്ലല്ലോ എന്ന് നമ്മൾ പറയാറുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോഴെല്ലാം നമ്മൾ പറയുന്നത് അങ്ങനെയാണ്, ഞാൻ അതിന് തക്ക തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഒന്ന് ഓർക്കണം, നമ്മൾ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് തോന്നാം. നമ്മുടെ ബുദ്ധി അങ്ങനെയാണ്. നമ്മുടെ ബുദ്ധിക്ക് വലിയ വലിപ്പമൊന്നുമില്ല. നേരെ മറിച്ച് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെ സൃഷ്ടിച്ച ദൈവം ഹല്ലേലൂയ അവനൊന്നും മറവിയില്ല. മനുഷ്യനെ ഈ ഭൂമിയിൽ ആക്കി വെച്ച കാലഘട്ടം മുതൽ തന്നെ അവന് അറിയാം. മനുഷ്യന്റെ എല്ലാ ചിന്താഗതികളും അവനറിയാം, എല്ലാം തിരിച്ചറിയാം ദൈവത്തിന്. അതുകൊണ്ട് തന്നെ അവൻ സംഭവിച്ചിരുന്ന മനുഷ്യനെ ദൈവത്തെ അനുസരിക്കാതിരുന്നപ്പോൾ അവനുണ്ടായ ആ പാപനിമിത്തം. എന്നാൽ ദൈവത്തിന്റെ ആഗ്രഹമുണ്ട്, മനുഷ്യരാരും നശിച്ചു പോകാൻ പാടില്ല എന്ന്. എന്തെല്ലാം പീഡകൾ വന്നാലും എന്തെല്ലാം വിഷയങ്ങൾ മനുഷ്യർ കൊണ്ടായാലും ശരിയെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് അവനെ ശിക്ഷിക്കാനല്ല. നേരെ മറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് മനുഷ്യനെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അവൻ ആഗ്രഹിക്കുന്നത് തന്നെ. ഹല്ലേലൂയ. ഓർക്കണമേ, മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടിയാണ് അവൻ ഭൂമിയിലേക്ക് വന്നത്.
2025 വർഷക്കാലങ്ങൾക്ക് മുമ്പ് കാൽവരിക്കുരിശ് ബലിയാടായിരുന്ന കർത്താവായ യേശു ക്രിസ്തു സ്വർഗ്ഗപ്പടിഞ്ഞ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് മാനവരാശി രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു. മനുഷ്യനെ രക്ഷിക്കാൻ അവൻ മാത്രമേ ഉള്ളൂ. മനുഷ്യനെ ഹല്ലേലൂയ മറ്റാർക്കും രക്ഷിക്കാൻ കഴിയില്ല. മനുഷ്യനെ രക്ഷിക്കാൻ അവന് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അവൻ ഭൂമിയിലേക്ക് വന്നത് തന്നെ. ഹല്ലേലൂയ. ഓർക്കണമേ, മാനവരാശി രക്ഷിക്കുകയാണ്. അപ്പോസ്തലൻ ആളുടെ വന്നല്ല ഇങ്ങനെ പറയുന്നു, മറ്റൊരുത്തൻ രക്ഷയില്ല. ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ മനുഷ്യരുടെ മാനവരാശി രക്ഷയ്ക്കായി യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമമില്ലാതെ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഓർക്കണമേ, മറ്റൊരുത്തനില്ല, മറ്റാരെയും നമുക്ക് കാണാനുമില്ല. അതുകൊണ്ട് തന്നെ പറയട്ടെ, രക്ഷനായി ഭൂമിയിലേക്ക് വന്നത് മനുഷ്യൻ നശിച്ചു പോകുന്നതിൽ താല്പര്യമില്ലാത്തത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് അവതരിച്ചു വന്നത്. ഹല്ലേലൂയ. ഓർക്കണമേ, തന്റെ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയതായതുകൊണ്ട് താനും ജഡരക്തമായി തന്നെ ഭൂമിയിലേക്ക് വന്നു. ഓർക്കണമേ, അത്ര സ്നേഹമാണ് തന്റെ സൃഷ്ടിയോട്, തന്റെ മക്കളോട്, ദൈവ മക്കളോട് എല്ലാം തന്നെ. ദൈവ സൃഷ്ടി തന്നെയാണ് മക്കൾ എല്ലാവരും തന്നെ. അതുകൊണ്ടാണ് മക്കൾ നശിച്ചു പോകാതിരിക്കാൻ താനും ജഡരൂപിയായി തന്നെ ഹല്ലേലൂയ ഭൂമിയിലേക്ക് തന്നെ വന്നു. അങ്ങനെ മനുഷ്യന്റെ പാപത്തെയും ശാപത്തെയും മനുഷ്യന്റെ പാപവും ശാപവും ഒക്കെ മാറ്റിയെടുക്കാൻ കഴിയുന്നവർ ആരും തന്നെയില്ല. ഈ ലോകത്ത് അങ്ങനെ ആരും വേറെ വന്നിട്ടുമില്ല. അതിൽ ദൈവത്തെ മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ടാണ് മനുഷ്യനെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും വീണ്ടെടുക്കുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു 2025 വർഷക്കാലങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ ബലിയാടായി തീർന്നു. ഹല്ലേലൂയ. കൈകാലുകൾ തുളയ്ക്കപ്പെട്ടതും ഹല്ലേലൂയ മുൾക്കിരീടം അണിഞ്ഞതും ദേഹമാസകലം ചാട്ടമാർ കൊണ്ട് അടിയേറ്റ് ഉഴവച്ചാല് പോലായി തീർന്നതുമെല്ലാം നമുക്ക് വേണ്ടിയായിരുന്നു. പൊന്നും വെള്ളിയും ഒന്നും കൊണ്ടല്ല ദൈവം നമ്മളെ വീണ്ടെടുത്തത്. അവന്റെ രക്തത്താലാണ് മനുഷ്യനെ അവൻ വീണ്ടെടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. ഓർക്കണമേ, ആ സൗജന്യ രക്ഷാപദ്ധതി അഗണ്യമാക്കുന്നവനെ ഞാൻ ശിക്ഷിക്കുക തന്നെ ചെയ്യുന്നതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യന് വേണ്ടി ത്യാഗങ്ങളൊക്കെ അനുഭവിച്ചത്, മനുഷ്യന് വേണ്ടി വേദനകളൊക്കെ അനുഭവിച്ചത്, മനുഷ്യന് വേണ്ടി കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ചത് ഹല്ലേലൂയ ദൈവം തന്നെയാണ്. ദൈവം തന്ന ആ സൗജന്യ രക്ഷാപദ്ധതി നമ്മുടെ ആരുടെയും ഹല്ലേലൂയ രക്തമൊന്നും ചിന്തയില്ല. ദൈവം തന്നെയാണ് പൊന്നും വെള്ളിയും കൊണ്ടല്ല നമ്മളെ വിലയ്ക്ക് വാങ്ങിയത്. അവന്റെ രക്തം കൊണ്ട് തന്നെയാണ് നമ്മളെ രക്തം ചൊല്ലിച്ചല്ലാതെ പാപമോചനമില്ലാത്തതിനാൽ രക്തം കൊണ്ട് തന്നെ അവൻ വീണ്ടെടുത്തു നമ്മളെ ഓരോരുത്തരെയും. ആ സൗജന്യ രക്ഷാപദ്ധതി അങ്ങനെ കാൽവരി ക്രൂശിൽ ഹല്ലേലൂയ അറക്കപ്പെട്ട കുഞ്ഞാടായി നമുക്ക് വേണ്ടി ജീവൻ ബലി കഴിപ്പിച്ച് എന്നാൽ അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ജീവൻ വെച്ച് നമ്മുടെ ഇടയിൽ നമ്മളോടൊപ്പം വസിക്കുന്നു. ഇന്നും ആ സ്നേഹം നമ്മൾ മറന്നു പോകരുത്. ആ സ്നേഹം നമ്മൾ മറക്കാൻ പാടില്ല. അവൻ സ്നേഹമുള്ളവനാണ്, അവൻ സ്നേഹനിധിയാണ്, അവൻ സ്നേഹിക്കുന്നവനാണ്. അതുകൊണ്ടാണ് നമ്മളെ വീണ്ടെടുത്തത്. അവന് മനുഷ്യൻ തന്റെ മക്കളോടുള്ള സ്നേഹം കൊണ്ട് അവൻ നമ്മളെ ഒക്കെ വീണ്ടെടുത്തു. അതുകൊണ്ട് തന്നെ പറയട്ടെ, കാലം തിരിഞ്ഞിരിക്കുന്നു. ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ. ആ നല്ല വിശേഷം അതാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. വെട്ടാനും കൊത്താനും കൊല്ലാനും ഒന്നുമല്ല ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അവൻ സ്നേഹിക്കാനാണ് പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. സ്നേഹിക്കുകയും മാനിക്കുകയും നന്മ ചെയ്യുകയും ഹല്ലേലൂയ ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അതാണ് ദൈവം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ആ സ്നേഹമാണ് അവൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ബൈബിൾ ഇങ്ങനെ പറയുന്നു, സ്വർഗ്ഗം നിങ്ങളുടെ ഇടയിൽ ഉണ്ടല്ലോ. ഹല്ലേലൂയ. നിങ്ങൾ അതിനെ സ്നേഹിക്കുന്നുവെങ്കിൽ സ്വർഗ്ഗം തേടി അങ്ങ് പോകണ്ട, നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. അതാണ് കർത്താവ് പറഞ്ഞത്, സ്വർഗ്ഗം നിങ്ങളുടെ ഇടയിൽ തന്നെയാണല്ലോ എന്ന്. ഹല്ലേലൂയ. നമ്മുടെ സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ കാണുമ്പോഴാണ് ആ സ്വർഗ്ഗം, ആ ദൈവസ്നേഹം നമ്മുടെ ഇടയിലേക്ക് ഉദിച്ചു വരുന്നത്. എന്നാൽ ഇന്ന് നമുക്കറിയാം, ആർക്കുമില്ല സ്നേഹം, ആർക്കുമില്ല സന്തോഷം, ഇന്നാർക്കും സമാധാനമില്ല. സമാധാനത്തിന് വേണ്ടി മദ്യത്തിന് അടിമയാകുന്നുണ്ട് പലരും. പക്ഷെ എന്നാൽ സമാധാനം നമുക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല. നമുക്കതൊരു സമാധാനം നമുക്ക് കിട്ടുന്നില്ല. എന്നാൽ ഹല്ലേലൂയ മദ്യത്തിനോ മയക്കുമരുന്നിനോ ഒന്നും നമുക്ക് സമാധാനം തരാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ഓർക്കണമേ, എന്നാൽ നമുക്ക് സമാധാനം തരാൻ കഴിയുന്ന ഒരുവരുണ്ട്. അവന്റെ പേര് യേശു എന്നാണ്. ഹല്ലേലൂയ. അവന്റെ പേര് യേശു എന്നാണ്. മറ്റൊരു രക്ഷയില്ല. രക്ഷകനായി വന്നവനായി യേശുവാണ് നമുക്ക് സമാധാനം തരാൻ കഴിയുന്ന ഒരുവൻ. ഹല്ലേലൂയ. അവന് മാത്രമേ നമുക്ക് സമാധാനം തരാൻ കഴിയുകയുള്ളൂ. മറ്റാർക്കും നമുക്ക് സമാധാനം തരാൻ കഴിയുകയില്ല. മറ്റാരും അതിനുവേണ്ടി വന്നിട്ടുമില്ല. ഒരുവൻ മാത്രമേ ഉള്ളൂ, ഒരേ ഒരു രക്ഷകൻ, ഒരേ ഒരു സമാധാനപ്രിയൻ. ഹല്ലേലൂയ. അവന്റെ പേര് യേശു എന്നാണ്. ഓർക്കണമേ, ആ യേശു തന്നെ ആ ദൈവം നൽകിയ ഹല്ലേലൂയ നമുക്ക് നൽകിയിരിക്കുന്ന ആ ദൈവസ്നേഹത്തെ നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഹല്ലേലൂയ. ഓർക്കണമേ, ഇത് നമുക്കറിയാം. ഹല്ലേലൂയ. പല കുടുംബങ്ങളിൽ നിന്ന് ഹല്ലേലൂയ വളരെയധികം പ്രതിസന്ധികളെ നേരിടുന്നുണ്ട്. ഹല്ലേലൂയ. മാതാപിതാക്കൾ തമ്മിലും മക്കൾ തമ്മിലും ഹല്ലേലൂയ അയൽക്കാർ തമ്മിലൊക്കെ ഒരുപാട് വിഷയങ്ങൾ, നിസ്സാര കാര്യങ്ങൾ ചൊല്ലിയാണ് പടങ്ങുന്നത്, നിസ്സാര കാര്യങ്ങൾ ചൊല്ലിയാണ് വഴക്കുണ്ടാക്കുന്നത്, നിസ്സാര കാര്യങ്ങൾ ചൊല്ലിയാണ് വാക്കത്തി എടുത്ത് വെട്ടുന്നത്, നിസ്സാര കാര്യങ്ങൾ പറഞ്ഞാണ് ഗോടാലിക്ക് വെട്ടിക്കളയുന്നത്. ഹല്ലേലൂയ.
സ്വന്തം പിതാവ് തന്നെ അല്ലെങ്കിൽ സ്വന്തം മകൻ തന്നെ പിതാവിനെ വെട്ടിക്കൊല്ലുന്ന കാഴ്ചകളൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കണ്ടിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. ഓർക്കണമേ, ഹല്ലേലൂയ. ഒന്നോർക്കണം, നമുക്ക് സമാധാനമില്ല കുടുംബങ്ങളിൽ. നമുക്ക് സമാധാനമില്ലാതെ വന്നിരിക്കുന്നു. നമുക്ക് സമാധാനം വേണം. നമുക്ക് സമാധാനം തരുന്ന ഒരുവനുണ്ട്. അവനെ ആശ്രയിക്കൂ, അവന്റെ സ്നേഹത്തിൽ ആശ്രയിക്കൂ. അവന്റെ ഹല്ലേലൂയ, അവൻ നമ്മൾ ആശ്രയിക്കുക, അവൻ നമുക്ക് സ്നേഹം തരും. ഹല്ലേലൂയ. നമുക്ക് അവൻ സ്നേഹം തരും. അവൻ സ്നേഹിതനാണ്. നമുക്ക് സ്നേഹം തരാൻ അവന് മാത്രമേ കഴിയുള്ളൂ. അവനല്ലാതെ മറ്റാരുമില്ല. യേശു ക്രിസ്തു മാത്രമേ സ്നേഹവും സന്തോഷവും സമാധാനവും തരാൻ കഴിയുള്ളൂ എന്ന് ഞാൻ വിളിച്ചു പറയുന്നതിന് കാരണമുണ്ട്. ഹല്ലേലൂയ. അതിന്റെ കാരണമുണ്ട്, ഞങ്ങൾ ആ സ്നേഹവും സമാധാനം അനുഭവിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഈ തിരുവോരത്ത് നിന്ന് വിളിച്ചു പറയുന്നത്, ആകാശത്തിന്റെ കീഴിൽ ഭൂമിയിൽ മനുഷ്യരുടെ മാനവരാശിക്കായി യേശു എന്നൊരു നാമമില്ലാതെ മറ്റു നാമമില്ലാതെ ഞങ്ങൾ വിളിച്ചു പറയുന്നതിന്റെ കാരണം ആ സ്നേഹവും സമാധാനവും തരാൻ കഴിയുന്നത് കർത്താവ് യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ പറയട്ടെ, ആ സ്നേഹനിധിയെ നമ്മൾ മറന്നു പോകരുതേ. നമ്മൾ ആ സ്നേഹനിധിയെ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. ഹല്ലേലൂയ. നമുക്ക് സൗജന്യമായി നൽകിയ ആ സ്നേഹം, നമുക്ക് സൗജന്യമായി നൽകിയ ആ രക്ഷാപദ്ധതി, ഇതൊന്നും നമ്മൾ മറന്നു പോകരുത്. നമുക്ക് ഹല്ലേലൂയ മറക്കരുതേ. ആ സ്നേഹനിധിയെ കർത്താവ് യേശുവിനെ നമ്മൾ മറക്കരുത്. കർത്താവ് യേശുവിനെ വിശ്വസിക്കൂ, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുക തന്നെ ചെയ്യൂ. ഹല്ലേലൂയ. അവൻ മാത്രമേ രക്ഷകനായി വന്നിട്ടുള്ളൂ. അവനെ രക്ഷിക്കാൻ കഴിയുള്ളൂ. അവൻ സ്നേഹനിധിയാണ്. അവന്റെ സ്നേഹം നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ പറയട്ടെ, കാലം തികഞ്ഞു. ദൈവരാജ്യം സംരക്ഷിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. ആ നല്ല വിശ്വാസത്തിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, അത് ഹല്ലേലൂയ. ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് സ്നേഹമാണ്. ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് സന്തോഷമാണ്. ഹല്ലേലൂയ. സന്തോഷിക്കുവാനും സ്നേഹിക്കുവാനും സമാധാനിക്കുവാനുമാണ് കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. ഹല്ലേലൂയ. അവൻ നമ്മളെ പഠിപ്പിച്ചത് അത് തന്നെയാണ്. ഹല്ലേലൂയ. ഓർക്കണമേ, അതുകൊണ്ട് പറയാണ്, കാലം തികഞ്ഞിരിക്കും. ദൈവരാജ്യം സംഭവിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ. ഈ ദേശത്തായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് യേശു ക്രിസ്തു അനുഗ്രഹിക്കട്ടെ. ഈ ദേശത്തായിരിക്കുന്ന കടമ്പളങ്ങൾ നടത്തുന്നവര്, വാഹനം ഓടിക്കുന്നവര്, അതുപോലെ ജോലി ചെയ്യുന്നവരെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവ് യേശു ക്രിസ്തു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്നെയുമല്ല, രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്, കടത്താൽ ഭാരപ്പെടുന്നവരുണ്ട്, അങ്ങനെ വേദനിക്കുന്നവരൊക്കെ ഉണ്ട്. അവരെയൊക്കെ ഹല്ലേലൂയ, അവരെയൊക്കെ കർത്താവ് യേശു ക്രിസ്തു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ക്രിസ്തുവിനോട് ഹല്ലേലൂയ. സ്തോത്രം.